എന്നോട് എൻ്റെ ഒരു ഹൈന്ദവ സഹോദരൻ ഈ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി, നിങ്ങൾ മുസ്ലിമീങ്ങൾ, നിങ്ങൾ തന്നെയാണ് കേരളത്തിൽ RSSന്റെ വളർച്ചയെ തടഞ്ഞത് എന്ന്. ഞങ്ങളാരുമല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. നിങ്ങളെല്ലാവരും കൂടി RSS പറയുന്നത് കേട്ടിരുന്നുവെങ്കിൽ ഈ നാടിന്റെ മുഖം ഇങ്ങനെയല്ലല്ലോ എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളും മുസ്ലിങ്ങളുടെ നേതാക്കളുമാണ് RSSന്റെ വളർച്ചയെ തടഞ്ഞത് എന്ന്. RSSന്റെ ക്ലാസുകളിൽ മുസ്ലിങ്ങൾ സംഘടിച്ചിരിക്കുന്നു, അവരെ നയിക്കുന്നവർ ശരിയല്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, പാണക്കാട്ടെ തങ്ങളുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി അതാ ഒരു വർഗീയവാദി ഒരു കൂട്ടം മുസ്ലിങ്ങളെ നയിക്കുന്നുവെന്ന് RSSകാരോട് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരു ഹിന്ദുവും കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരിലേക്ക് വിരൽ ചൂണ്ടി അതാ പണ്ഡിതൻ, ആ മനുഷ്യൻ ഇവിടെ ലക്ഷക്കണക്കിന് വരുന്ന തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു വിഭാഗത്തെ നയിക്കുന്നുവെന്ന് ഒരാളോട് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു കേരളത്തിൽ ജീവിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട് RSSന്റെ വളർച്ചക്ക് കടിഞ്ഞാണിടുന്നതിൽ പങ്കുവഹിച്ചത് ഞങ്ങൾ ഹിന്ദുക്കൾ മാത്രമല്ല, നിങ്ങൾ മുസ്ലിം നേതാക്കൾ കൂടിയാണെന്ന് ആ ഹൈന്ദവ സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഞാൻ ഈ സദസ്സിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നേതാക്കൾ തന്നെയാണ് നമ്മളെ ഇത് പഠിപ്പിച്ചത്, അവർക്കിത് പകർന്നു കിട്ടിയത് അവരുടെ പിതാമഹന്മാരിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ മമ്പുറം തങ്ങൾ അടക്കമുള്ള വലിയ മഹത്തുക്കളുടെ ജീവിതത്തിൽ നിന്നുമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ കെടാതെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യണം. കൂടുതലൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇങ്ങനെ ഒരു വിരുന്നൊരുക്കുമ്പോൾ ആ വിരുന്നിൽ വരാൻ കഴിഞ്ഞത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് കാണുന്നു. നമ്മൾ മാതൃകാ ഉമ്മത്താവുക. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ പാർട്ടിയിൽ അംഗത്വം എടുത്തിരിക്കുന്നു. പക്ഷേ ഞാൻ എന്തിനു നിങ്ങളെ എതിർക്കണം? ഞാൻ എന്തിനു നിങ്ങളുടെ ശത്രുവാകണം? എന്റെ ശരിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിലകൊള്ളും. എന്റെ വാക്കിൽ ഞാനത് പ്രകടിപ്പിക്കണം. അവിടെ മിതത്വം പാലിക്കണം. എന്തിനാണ് ഞാൻ നിങ്ങളോട് കയർക്കുന്നത്? എന്തിനാണ് ഞാൻ നിങ്ങളെ പരിഹസിക്കുന്നത്? എന്തിനാണ് ഞാൻ നിങ്ങളെ വില കുറച്ച് കാണുന്നത്? ഒരുപക്ഷെ SSF കേരള, SSF ഇന്ത്യ എന്ന അക്കൗണ്ടുകൾ നിങ്ങളിലേറെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാനെന്ന് ഞാൻ തെന്നരയോടൊക്കെ ഞാൻ അവരെന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ഇതുവരെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള കവിതകളിൽ ഒരു കവിത പോലും ഞാൻ കേൾക്കാതെ പോയിട്ടില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും എന്റെ ദീർഘയാത്രകളിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളനങ്ങളിലും ക്യാമ്പുകളിലും പ്രസംഗിക്കാൻ പോകുമ്പോഴുള്ള എന്റെ യാത്രകളിൽ ഞാൻ കേട്ട ഏറ്റവും വലിയ കൂടുതൽ കവിതകളിൽ ഒന്ന്, നിങ്ങളുടെ നേതാക്കൾ, നിങ്ങളുടെ കമ്മിറ്റികൾ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയതായിരുന്നുവെന്ന് കൂടി പറയുമ്പോൾ അവിടെ ഒരു സ്നേഹമുണ്ട്. അവിടെ ഒരു ഇതൊന്നും നിങ്ങളോട് ഞാൻ പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, ഇങ്ങനെ ഒരു സദസ്സിനെ കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ നമുക്ക് ശരിയെന്ന് തോന്നിയെടുത്ത് നിൽക്കുന്നു. അവിടെ തന്നെ നിൽക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ നേതാക്കൾ മലപ്പുറത്തെ സ്നേഹത്തിന്റെ മണ്ണാക്കി, സൗഹൃദത്തിന്റെ മണ്ണാക്കി, ശാന്തിയുടെ മണ്ണാക്കി. ഇപ്പോൾ കേൾക്കുന്ന ചില ശുഭകരമായ വാർത്തകളിൽ ആശ്വാസം കൊള്ളുന്ന ഒരു യൂത്ത് ലീഗ് പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. അതുകൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ച് വീട്ടിൽ തിരിച്ചെത്തിയ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഞങ്ങൾ ചോദിച്ചിരുന്നു, എന്താണ് അദ്ദേഹം നിങ്ങളോട് ഒറ്റക്ക് സംസാരിച്ചത് എന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ട് കണ്ണു നിറഞ്ഞു പോയത് ഞാൻ ഈ സദസ്സിൽ പങ്കുവെക്കുന്നു. അത് തന്നെയാണ് നിങ്ങളുടെ ഈ സ്നേഹസമ്മാനമെന്ന് ഞാൻ കരുതുന്നു, വിശ്വസിക്കുന്നു. പിന്നീട് പറയുന്ന കുറെ നല്ല വാചകങ്ങൾ, നല്ല വാക്കുകൾ, ആ വാക്കുകളിൽ തെളിഞ്ഞു കണ്ട വിശാലമായ ഒരു അർത്ഥതലങ്ങൾ, ആ അർത്ഥതലങ്ങളിലേക്ക് കാന്തപുരത്തെ പോലെയുള്ളവർ കേരളത്തിന്റെ മനസ്സാക്ഷിയെ കൂട്ടിക്കൊണ്ടുപോയത് എത്രമേൽ ഉദാത്തമാണ് എന്ന് ഞാനിവിടെ പറയുക മാത്രം ചെയ്യുന്നു. അപ്പുറത്തേക്ക് ഞാനൊന്നും നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഈ സ്നേഹം പങ്കിട്ട് പകുത്തു കൊടുത്ത് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ, നമുക്ക് സാധിക്കട്ടെ. അതിന് ചില സന്ദർഭങ്ങളിൽ ചില വേദികൾ നിമിത്തമാകും. ഒപ്പം ഒരു കാര്യം കൂടി പറയുന്നു, നിങ്ങൾ നന്നായി ജോലി ചെയ്യുന്നവരാണ്. സർഗാത്മകമാണ് നിങ്ങളുടെ പ്രവർത്തനം. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റർ, നിങ്ങളുടെ വാൾ പോസ്റ്റർ, നിങ്ങളുടെ കവിതകൾ, ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് ഇത്ര മനോഹരമായി
ഇതിനെ ഒരു സർഗാത്മക ഇടം തന്നെ തീർത്ത SSF-നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.